ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. വുഡൻ ബ്ലോക്ക് ഉണ്ട് നമുക്ക് ഈ പെയിൻ്റൊക്കെ ഫാബ്രിക് പെയിൻ്റൊക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലത്തെ ഒരെണ്ണം. ഞാനിതിപ്പോൾ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് വാങ്ങിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ ചെയ്തിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ വേറെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനൊന്നിന് 40 രൂപയാണ് റേറ്റ്. പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ള പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റ് വേണം. ഇതിന് ഒന്നിന് 20 രൂപയാണ് ഒരു ബോട്ടിലിന്. നമുക്ക് ഓരോ ബോട്ടിലായിട്ടും കിട്ടും, അതല്ല ഒരു പാക്കറ്റായിട്ട് അതിൽ പല കളേഴ്സും ഉണ്ടാവും. അങ്ങനെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്പോഞ്ചാണ്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അതൊന്ന് നനച്ചെടുക്കണം. ആദ്യം ജസ്റ്റ് നനച്ച് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഒന്ന് എടുക്കുക. ഇനി നമുക്കിതെങ്ങനെയൊന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഞാനിപ്പോൾ ഒരു പഴയൊരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ഉൾഭാഗത്തൊരു പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മേലെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് അത് പറ്റി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിന്ന് ചെയ്യേണ്ട. അതിന് പകരം ആദ്യം ഒന്നൊരു വേസ്റ്റ് ക്ലോത്തിൽ ഒന്ന് ചെയ്തിട്ട് എപ്പോഴാണോ ആ ഒരു കറക്റ്റ് ഷേപ്പ് കറക്റ്റായി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിലേക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ആ സ്പോഞ്ച് വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ ഒപ്പിയെടുത്തിട്ട് ഈ ഒരു ബ്ലോക്കിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കുകയാണ്, ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന്. ഞാനും ബ്ലോക്ക് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തതേ. കണ്ടപ്പോൾ കിട്ടുന്നില്ല, കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇതുപോലെ കുറേ പ്രാവശ്യം ഒന്ന് വേസ്റ്റ് ക്ലോത്തിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വരുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തുണിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. മുഴുവൻ ഭാഗത്തും വന്നിട്ടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പം ഇനി എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്ന്. ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുത്തിയാൽ കണ്ടോ. അപ്പം മാറ്റം കാണുന്നില്ലേ? ആദ്യം നമ്മൾ ചെയ്തത് എല്ലായിടത്തും ആയിട്ടില്ലായിരുന്നു, ഇപ്പം കുറേയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഒറിജിനൽ ക്ലോത്തിലേക്ക് ചെയ്യാതെ ആദ്യം ഒരു വേസ്റ്റ് ക്ലോത്തിൽ കുറേ തവണ ചെയ്ത് നോക്കുക. കണ്ടോ, ഇപ്പോൾ ഒന്നുകൂടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പ് നോക്കി നല്ല ഭംഗിയിൽ ആ ഒരു ബ്ലോക്കിൻ്റെ ആ പ്രിൻറ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറേ തവണ ചെയ്ത് നോക്കുക, എന്നിട്ട് അതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴായിരിക്കും ആ കറക്റ്റ് ആ പ്രിൻറ്റ് ആ തുണിയിൽ പതിഞ്ഞ് കിട്ടുക.
അപ്പോൾ ആദ്യം ഒന്ന് വേസ്റ്റ് ക്ലോത്തിൽ ശരിക്ക് ചെയ്തിട്ട് പിന്നെ ശരിക്കുള്ള ക്ലോത്തിൽ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഏകദേശം കറക്റ്റായിട്ടൊരു പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യം വേസ്റ്റ് ക്ലോത്തിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് നല്ല ക്ലോത്തിലേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കൈയിൻ്റെ ഈ ഭാഗത്തും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ ഷർട്ടിനുള്ളിൽ പേപ്പർ വെച്ചില്ലേ, അതുപോലെ തന്നെ കൈയിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് അവിടെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ബ്ലോക്ക് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സ്പോഞ്ചിൽ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും പെയിൻ്റ് ആകുന്ന രൂപത്തിലൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഫാബ്രിക് പെയിൻറ്റ് ബ്ലോക്ക് പ്രിൻറ്റിങ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഏകദേശമൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ബ്ലോക്ക് വാങ്ങുന്നതിന് പകരം ഒന്ന് വാങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ വാങ്ങാം.